ലാറകടന്ന് വെച്ചെടുക്കുന്നുണ്ട്. എവിടെ കാട്ടിക്കയറിക്കുവാ. ദേ വെള്ളമൊന്നും തൊട്ടിട്ട് പോലുമില്ല. പപ്പ പറഞ്ഞില്ല അവിടെ കൊണ്ടേ കേട്ടില്ല. അവിടെ ഇവിടെ പഴിച്ചെങ്ങോടെ പോണേന്നറിയില്ല. അങ്ങോട്ട് നോക്കട്ടെ. അവള് നേരെ പോകുള്ളൂ. അവളാ സ്ഥിരം പോണടത്തേക്ക് പോകുള്ളൂ. അതെ, നമുക്ക് ആ തോട്ടത്തിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നിർത്തിയ കണ്ടോ ഓടുവന്നേ. ഉണ്ടാ ഒക്കെ മനസ്സിലായിച്ചത്. എവിടെ പോണേ കഴിയില്ല. വാ കയറുവാ. വാ. പുല്ല് കാട് പിടിച്ച് വെക്കണേ. സ്ഥിരം പോണ റൂട്ടിലേ അവള് പോവുള്ളൂ. ഇപ്പൊ 5 മാസമായി. 5 മാസം ജനിയായിട്ടുണ്ട്. 5 മാസം കറക്റ്റ് ആയിട്ടില്ല. 20-ാം തീയതി വരുമ്പോ, മെയ് 20-ാം തീയതി വരുമ്പോ 5 മാസമാവും. 5 മാസം മുന്നെയാവും. നേരത്തെ കെട്ടിയേച്ചും പോന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ഇന്ന് അയച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അവർക്ക് നമ്മൾ കൂട്ടു വെക്കണം. എല്ലാം മൂക്കേറൊക്കെ ലൂസാ. അല്ലെങ്കിൽ ഇവളെ പിടിച്ചാൽ കിട്ടൂലേ. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ മൂക്കയറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ വെറുതെ ലൂസാക്കി ഇട്ടേക്കുറവായത്. കെട്ടിയേച്ചും ഞാൻ ഇവളെ അഴിക്കാനും ചെന്നതാട്ടോ. കയർ അഴിച്ചെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അവളൊരു ഒറ്റ ഓട്ടം ഓടിയിട്ട് റോട്ടിൽ കൂടി അങ്ങ് ഓടുക. ഓടിയിട്ട് എനിക്ക് പിടിക്കാൻ കിട്ടണ്ടേ. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെയും കൂടി വലിച്ചുകൊണ്ട് ഓടും. അപ്പം പിന്നെ ഞാൻ അപ്പം തന്നെ മൂക്കയറ് അറ്റേ തുമ്പ് ഇതുപോലെ മൂക്കയറയിലിട്ട്. മൂക്കയറയിലിട്ടാൽ വലിക്കണമെന്നൊന്നുമില്ല, അവൾക്ക് അറിയാം. മൂക്കയറയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവള് സൈലൻ്റ് ആയിട്ട് വന്നോളും. അങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് അഴിച്ചു വിട്ടാൽ കയറൂരി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായിട്ട് അങ്ങ് നടക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതെന്താ ഇവളെ കുറേ നാൾ നമ്മൾ പുറത്തഴിക്കാൻ കെട്ടാതെ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് പുറത്ത് കെട്ടാതെ ഇങ്ങനെ അകത്ത് തന്നെ കിട്ടിയത് കൊണ്ടാണ് അവൾക്ക്. ഇപ്പോൾ പാല് കാലത്ത് 4 ലിറ്ററൊക്കെ കറക്കും. വൈകുന്നേരം ഒരു 3 ലിറ്റർ, ചില ദിവസം 3 ലിറ്റർ. പിന്നെ പൊതുവെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ചൂട് കാലാവസ്ഥയിൽ പാല് കുറവായിരിക്കും. പിന്നെ ചെന ആയതുകൊണ്ട് പിന്നെ ഞാൻ 7 മാസം വരെയൊക്കെ കറക്കണുള്ളൂ. അപ്പോൾ ഇപ്പോൾ 5 ആയല്ലോ, ഒരു 2 മാസം കൂടി കറക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തീറ്റയും കാലിത്തീറ്റ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. പുല്ല് ധാരാളം ഉള്ള കാരണം ഇപ്പം നേരത്തെ കൊടുക്കണേലും കുറച്ച് കാലിത്തീറ്റ കുറച്ച്. ഇപ്പം അതിൻ്റെയും പാല് കുറയും. മറ്റേ 5 കിലോയും കാലിത്തീറ്റ ഒരു ദിവസം കൊടുക്കുമായിരുന്നു. ഇപ്പം അത്രയും കൊടുക്കില്ല. ഇപ്പം ഒരു 3 കിലോ ആക്കി. രാവിലെ 1.5 കിലോ, വൈകുന്നേരം 1.5 കിലോ, അങ്ങനെ 3 കിലോ ഒരു ദിവസം കൊടുക്കുള്ളൂ. 5-6 കിലോ ഒക്കെ കൊടുത്തോണ്ടിരുന്നതാണ്. അവിടെ ഇല്ല, അവിടെ മുള്ളുള്ള സ്ഥലമാണ്. വാ, തീറ്റ തീർന്ന അവിടെ. അങ്ങോട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവള് വെയിൽ കണ്ടിട്ടോ. അവൾക്ക് വെയിൽ കാണുമ്പോൾ ഭയങ്കര വലിയതായിട്ട് തൂങ്ങി കിടക്കുവാണ്. ഇപ്പോഴുണ്ടോ? അത് അപ്പുറത്തെ കൊമ്പേല. കഴിഞ്ഞ പ്രാവശ്യം ഈ വശത്തെ കൊമ്പേലായിരുന്നു. ചുമ്പ് പോകുന്ന ഒപ്പം. വാ
പപ്പേന്ന് പറഞ്ഞില്ല, അവിടെ നിൽക്കട്ടെ. ഇപ്പം അവൾക്കിപ്പോൾ കുത്തിവെച്ചിട്ട് ഇപ്പം 5 മാസമായിട്ടുണ്ട്. ചെനയായിട്ട് ഒരു 20 മെയ് 20 വരുമ്പോൾ 5 മാസം പൂർത്തിയാവും. അപ്പം നമ്മളന്ന് പറഞ്ഞായിരുന്നു, ചെന നോക്കി കൺഫേം ആക്കിയിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1.5 മാസം ആകുമ്പോൾ നോക്കാമെന്ന് അവർ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട, പതിയെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്ന് നോക്കുക ചെയ്ത്. മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ ഡോക്ടറെ കൊണ്ടുവന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1.5 മാസം കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. സ്ഥിരം പോണടുത്ത് പോയാലാണ് പറ്റുള്ളൂ. അവൾക്ക് വേറെ സ്ഥലം മാറണ ഇഷ്ടമല്ല, ഒരേ റൂട്ടിലേക്ക് പോകുള്ളൂ. കണ്ടാ ഇപ്പം എവിടെ പോണം? അങ്ങോട്ട് പോകാനായിരിക്കുള്ളൂ. എന്തായാലും ഞാനിവിടെ കെട്ടട്ടെ, പപ്പ വന്നിട്ടേ നടത്തി തീറ്റിക്കട്ടെ. ഇത് അവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ടായിരുന്നു. വെയിലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പുല്ല്. വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, ഇത്ര നേരം അവിടെ നിന്നല്ലേ. എടാ പപ്പേനെ വിളിച്ചേ. അങ്ങോട്ടല്ല ആള് പോണം, അങ്ങോട്ട് പോവും. ഇപ്പം ഞങ്ങൾ വെക്കേഷനൊക്കെ ആയപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഒരു അക്വേറിയം പുറത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടേക്കണത് കണ്ടു. അപ്പോൾ അതവർ പണ്ട് മീനിനെയൊക്കെ വളർത്തി നല്ല ഇതായിട്ട് കാര്യമായിട്ട് നോക്കുക. പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർക്കത് ശ്രദ്ധിക്കാൻ നേരമില്ലാതായി. പിന്നെ അത് വെറുതെ പൊടിയൊക്കെ പിടിച്ച് പുറത്ത് കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക്, അപ്പം മോൻ പറഞ്ഞ് അത് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞങ്ങൾ അതിനും കൊണ്ടുവന്ന് തന്നു ഇവിടെ. അപ്പോൾ ഞങ്ങളത് വൃത്തിയാക്കി അതൊന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് അതിന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന കൂട്ടത്തിൽ കുറച്ച് കല്ല്, അതിന് കറുത്ത മണലാണ് വാങ്ങിച്ചത്, ചിപ്സ് പോലത്തെ. പിന്നെ കുറച്ച് 2-3 അതിൻ്റെ അകത്തുള്ള പ്ലാന്റുകൾ വാങ്ങിച്ചു. പിന്നെ കുറച്ച് മീനുകൾ. പിന്നെ ഇവിടെ കുറച്ച് മീൻ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. അത് പഴയ വീഡിയോയിലൊക്കെ നമ്മൾ ആ ടാങ്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് മീനിനെ കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം പായലൊക്കെ പിടിച്ചിട്ട് മീനിനെ കാണാൻ പറ്റില്ല. മീനുണ്ട്, അടിയിലുണ്ട്, വലിയ മീനുകളാണ്. ഇപ്പം തീറ്റ ഇട്ട് കൊടുത്താലും അതും വരുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം അത് നമ്മളുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പേടിയാണ്, അങ്ങനെ വരില്ല. നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മുഷിയാണ്, വൈറ്റ് മുഷിയാണ്, വൈറ്റിൽ ഡോട്ടറുള്ള മുഷിയാണ്. 4 ഉണ്ടായിരുന്നു, ഒത്തിരി ചെറുതാണ് ഇട്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വലുതായിരുന്നു, ഒത്തിരി വലുതാണ്. ടാങ്ക് അക്വേറിയത്തിൽ ഇടാൻ പറ്റില്ല, അതിനേലും വലിപ്പം വെച്ചു. പിന്നെ 2 സക്കറുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് തീറ്റയിട്ട് നോക്കാം, വരുമോയെന്നൊന്ന് നോക്കാം. തീറ്റ കൊടുത്തോന്ന് ഇല്ല. നമ്മൾ മാറിക്കഴിഞ്ഞാൽ വരും, നമ്മൾ നിൽക്കണം കണ്ടിട്ടാ. ഇതേ പുറത്തൊക്കെ കിടക്കണമല്ലോ കുഞ്ഞുങ്ങളിൽ. അത് മീനിൻ്റെ അല്ല, ഈ മുരിങ്ങയുടെ പൂവ് ഇലയൊക്കെ വീണെന്ന് പറഞ്ഞ് ഇട്ടതാ. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ആക്കട്ടെ ഇതിനെ. മീനൊക്കെ പോയാ പേടിച്ച്. വെള്ളത്തോടെ അല്ല എന്നൊക്കെ വീണിട്ടുണ്ടാവും. നോക്കാം. ഭാഗങ്ങളും പോയ. അപ്പം ഞങ്ങൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് അത് കാണിക്കാം.
ഇതിപ്പോൾ പലതരത്തിലുള്ള മീനുകളെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ ഇതിന് ഇത് ആ ടാങ്കിൽ കിടന്ന് വെച്ച ചെറിയ മീനുകളാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് കളർഫുള്ളായിട്ടുള്ള ആയിട്ടെല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള മീനുകൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരേ ടൈപ്പ് വേണ്ടാന്ന് വെച്ചു. അപ്പം അങ്ങനെയാണ് ഇത്. ഇതിൻ്റെ കാർപ്പ്, ഇതിൻ്റെ വരുന്ന ഇത് ഒരെണ്ണം യെല്ലോ മോളിന്നാണ്. യെല്ലോ മോളി ഇതിനെന്താ ടെട്ര. അത് പല സൈസുണ്ട്. പിന്നെയാന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു കറുത്ത മോവായിട്ടുള്ളതില്ലേ, അല്ല കാർപ്പിൻ്റെ വേറൊരു മോഡലാന്ന് പറഞ്ഞത്. ഇതും കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതും വേറെന്തോ ഒരു പേരാണ് പറഞ്ഞത് കേട്ടോ. അവനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പേര് പറഞ്ഞായിരുന്നു. അത് ആ കടക്കാർക്കും പേരറിയില്ലായിരുന്നു. ഇതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേറെ പറഞ്ഞു. ഇത് വൈറ്റ് പ്ലാറ്റി, അല്ല വൈറ്റ് മോളി അല്ലേ, വൈറ്റ് മോളിയാണ്. അതെ വൈറ്റ് മോളിയാണ്. ഇതിൻ്റെ പേരാണ്. അത് നമുക്ക് പറയാം, അത്ര കോമൺ അല്ലാത്തൊരു പേരാണ് ഇതിൻ്റെ. അതുകൊണ്ട് നമുക്ക് ഓർമ്മയിലില്ല. ഈ പ്ലാന്റ് രണ്ട് പ്ലാന്റ് മാത്രമേ വാങ്ങിച്ചതായുള്ളൂ. ഇത് നമ്മൾ ഔട്ട്ഡോറും പുറത്ത് നിന്ന് വെച്ച ഇതാണ്. പിന്നെ മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ ലക്കി പ്ലാന്റ് ഉണ്ട്. അത് രണ്ടെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കല്ല് നമ്മൾ സാധാരണ നമ്മുടെ ഈ കിണർ കുഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും അടിയിലത്തെ കല്ലത് അതിവിടെ കിടന്നേറുന്നത് ഞങ്ങൾ പൊട്ടിച്ചിട്ട് ചെറിയ പീസായിട്ട് വെച്ചതാണ്. ശരിക്കും അവിടെ കല്ലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1000 രൂപയൊക്കെ വില വരുമെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യണേന്. കല്ലിൻ്റെ പല വലിപ്പം അനുസരിച്ച് വില വരും എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറഞ്ഞത് 100 രൂപ തൊട്ട് മേളിലേക്കാണ് അത്, കല്ലിനും അതുപോലെ തന്നെ വുഡിനും. അപ്പോൾ ട്രീറ്റ് വുഡൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അത് ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ അത് പഴയ വുഡ് എടുത്ത് ശരിയാക്കി വെക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വുഡ് വെച്ചിട്ടില്ല, വുഡ് കിട്ടിയിട്ട് വേണം അത് വെക്കാനായിട്ട്. ഇത് പണ്ട് നേരത്തെ ഉള്ള അക്വേറിയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ കൂടത്തിൽ മേടിച്ച ഇതും ഒരു മോളി ഇനത്തിൽപ്പെട്ടതാണ്. അപ്പം അത് വയറ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ അത് പ്രസവിച്ച് കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായതെല്ലാം ബ്ലാക്ക് മോളി, വൈറ്റ് മോളി ഒക്കെ ഉണ്ട്. എല്ലാം വ്യത്യസ്തമായ കുഞ്ഞുങ്ങളാണ് ഉണ്ടായേക്കണതെല്ലാം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ താഴത്താണ് ഇരിക്കണം, അതുങ്ങളൊക്കെ ഒളിച്ചിരിക്കുക. തീറ്റയിട്ട് കൊടുത്താൽ ചിലപ്പോൾ വരുമായിരിക്കും. അതുപോലെ തന്നെ ഈ പ്ലാറ്റുകളൊക്കെ ഇവിടെ 2 പ്ലാറ്റ് മാത്രമേ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പുറത്തുള്ള കുളത്തിലിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. നമ്മളാകെ ആ 2 പ്ലാറ്റിനെ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കൊച്ചതുപോലെ പുറത്ത് ബ്രീഡ് ചെയ്യിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ അതുപോലെ ഒരുമാതിരി അക്വേറിയത്തിലിടാൻ വലുപ്പമായി കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇടും. പിന്നെ അത് കൂടാതെ മറ്റേ എന്തോന്നാ ഇതിൻ്റെ പേര്, വേറെ ഇതില്ല ഇതിൻ്റെ പേര്, ഗപ്പി പലതരം ഉണ്ടായിരുന്നു. ഗപ്പി പ്രസവിച്ചിട്ടുണ്ട്, അതിൻ്റെയും കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ കൂടെ. ഇതൊക്കെ പിന്നെ ഇപ്പം ഇന്നലെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ. ഇതൊക്കെ ബ്ലാക്ക് മോളിയാണ്. ഇന്നലെ ഒരു തള്ള മാത്രമേ പ്രസവിച്ചോളൂ. ഇതൊക്കെ ബ്ലാക്കാണ്. പിന്നെ റെഡ് ഉണ്ട്, അതൊക്കെ താഴെ ഇരിക്കണ കാരണം അതൊക്കെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുള്ള കാരണം നിങ്ങൾ അതൊക്കെ ഒളിച്ചിരിക്കുക. പിന്നെ കുറച്ച് ഇതിൽ കുറച്ച് വൈറ്റ് തീം, ഇത് വൈറ്റും ഇത് ബ്ലാക്കും ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനൊരു വൈറ്റ് കല്ല് ഇടണോ അതോ ചിപ്സ് തന്നെ ഇടണോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വൈറ്റ് ചിപ്സ് വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇതൊരു ഗോൾഡൻ
സാധാരണ സക്കറല്ല, ഇത് ഗോൾഡൻ കളറാണ് സക്കർ. ഇത് പിന്നെ ഇനിയിപ്പോൾ അവളെ പറമ്പിൽ കൊണ്ട് കെട്ടി. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകണം. ഇപ്പം ഇടയ്ക്ക് അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. മറ്റേ അതെന്ന് വെച്ചാൽ ഉച്ച വരെ അവളെ പുറത്ത് കെട്ടണില്ല, പറമ്പിൽ തന്നെ കെട്ടുവാണല്ലോ. നമ്മുടെ അടുത്ത് തന്നെ കിട്ടേക്കുക. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വെയിൽ മാറി ഒരു 3 മണിക്ക് ശേഷമാണ് തീറ്റിക്കാൻ കൊണ്ടുപോകും. 3:30-4 മണിയൊക്കെ കഴിയുമ്പോഴാണ് തീറ്റിക്കാനായിട്ട് കൊണ്ടുപോകും. പറമ്പിൽ മാറ്റി കെട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അന്നേരം വിശപ്പുള്ളതുകൊണ്ട് തിന്നോളും. അപ്പോൾ ആ സമയം അവൾ നമുക്ക് വീഡിയോ എടുക്കാൻ അവൾ നിന്നൊന്നും തരില്ല, ഓടും. നമുക്കപ്പോൾ സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതാണ് പറ്റിയത്. അതുകൊണ്ട് അവളെ പറമ്പിൽ കൊണ്ട് കെട്ടി തിന്നണ തിരക്കിലായിരിക്കുള്ളൂ. പിന്നെ ഇനി കൊണ്ടുവന്ന് കഴിയുമ്പോൾ 6 മണിയൊക്കെ ആവും. ഇപ്പോൾ 5:30-6 മണിയൊക്കെ ആകുമ്പോഴേ കറക്കുള്ളൂ. പാലധികം ഇല്ല. പിന്നെ ഇപ്പോൾ പാലൊക്കെ കുറഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ഒരു ചിലപ്പോൾ 4 കിട്ടും, ചിലപ്പോൾ 3-3:30 അങ്ങനെയൊക്കെയാണ് പാലുള്ളൂ. ഇപ്പം 4 ഇല്ല, ഇപ്പോൾ കുറഞ്ഞ് തീറ്റ കുറച്ച് കാരണം പാലും കുറഞ്ഞു. തീറ്റ കുറച്ചല്ല, ഇഷ്ടംപോലെ പാലിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് അത്ര മുതലാവണമല്ലോ. പാല് കുറഞ്ഞപ്പോൾ തീറ്റ അത്രയും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ 6 കിലോന് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു. പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നാൾ വരെയും 6 കിലോ കൊടുത്തു. പിന്നെ അത് 5 കിലോ ആക്കി. ഇപ്പോൾ നമ്മൾ 3 കിലോനെ കൊടുക്കണുള്ളൂ. രാവിലെ 1:30, വൈകുന്നേരം 1:30 അങ്ങനെ കൊടുക്കണുള്ളൂ. അപ്പം ബാക്കി ഇഷ്ടംപോലെ പുല്ലുണ്ടല്ലോ ഇപ്പം, അത് കാരണം പുല്ല് തന്നെയാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരാം. വേറെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. നമുക്ക് നാളെ ഇവളുടെ കറക്കണതും അവളെ അയച്ചുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ ഇനി അടുത്ത വീഡിയോയിലിടാം.